ഡാഡി ഡാഡി എന്താ ഉറങ്ങാതിരുന്ന് എഴുതുന്നത്? അയ്യോ, ഫാനിടാതാണ് ഇരുന്ന് എഴുതുന്നത്. അയ്യോ, വല്ലാതെ വേർത്ത് പോയില്ലേ ഡാഡി? എന്താ മോളെ ഇത്? സോറി ഡാഡി. മോളെ, നീ പോയി കിടന്ന് ഉറങ്ങ്. ഡാഡിക്ക് ഒരു ഇമ്പോർട്ടന്റ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. എന്താ മോളെ, എന്താ മോക്ക് ഡാഡിയോട് ഇന്ന് പതിവില്ലാത്തൊരു സ്നേഹം? ഡാഡി, നമ്മുടെ ഗുരുവിനെയൊക്കെ ആ എസ് ഐ രമേശ് പിടിച്ചോണ്ട് പോയിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടു. നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവൻ അല്പം ഭയമുണ്ട്. രമേശ് നല്ലവനാ. അപ്പൊ മോളല്ലേ അന്ന് പറഞ്ഞത് അവൻ തെമ്മാടിയാണെന്ന്? അത് അന്നല്ലായിരുന്നു. ഇത്ര പെട്ടെന്ന് അവൻ നിനക്ക് എങ്ങനെ നല്ലവനായി? എനിക്ക് രമേശിന് ഇഷ്ടമാണ്. അമ്മയില്ലാത്ത അവരുടെ ആഗ്രഹം ഞാനല്ലാതെ വേറെ ആരും സാധിച്ചു കൊടുക്കാൻ? എന്റെ ജന്മദിനമാണെന്ന് എനിക്കറിയാം. അതുപോലെ എന്റെ അമ്മയുടെ ചരമദിനവും. ചരമദിനമോ കൊന്ന ദിനമെന്ന് പറയും. മോനെ, നീ അച്ഛൻ പറയുന്നു കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. ചെറുപ്പം മുതലേ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. രമേശ്, നിന്റെ അമ്മ. ഇനി ഇത് ആവർത്തിക്കണ്ട. നീ പോലീസ് ഭാഷയിൽ സംസാരിക്കുന്നു. അച്ഛൻ കണക്കുകളും കഥകളും നിർത്താൻ ഒരുങ്ങുന്നു. ഞാൻ ക്രിമിനോളജിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, സൈക്കോളജിയും പഠിച്ചിട്ടുണ്ട്. ഏത് നായിന്റെ മോനാണ് എമ്പോക്കി അറിഞ്ഞതിന് വീട്ടിൽ കളയുന്നില്ല. ആണുങ്ങളില്ലാത്ത വീടാണെന്ന് കരുതി എന്തും ചെയ്യാമെന്നാണ് വിചാരം. പെണ്ണുങ്ങൾക്ക് ഇവിടെ മാനം മര്യാദയായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന്. അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത വർഗങ്ങൾ. പോലീസും പട്ടാളം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അവന്മാരുടെ മുതലാളികളുടെ വാരാട്ടികൾ തന്നെ. അച്ഛനൊന്നും കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ലത്, അച്ഛൻ നടത്തി തരാം. എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളും തയ്യാറാകുമെന്നാണ് എന്റെ ധാരണ. ആരാ മോനെ? അച്ഛൻ ഇന്ന് പോയി ഉറപ്പിച്ചിട്ട് വരാം. കുറച്ചു മുമ്പ് ഇതിലെ ഓടിപ്പോയില്ലേ ആ പെൺകുട്ടി? അവനോ? ആ ഗൗരിയുടെ മോളോ? അച്ഛൻ അറിയുമല്ലേ? അവള് തന്നെ. അവൾ ആരാണെന്ന് നിനക്കറിയാമോ? കുടുംബം, ബന്ധം, പാരമ്പര്യം, അവളുടെ ഹിസ്റ്ററി, ഇതൊക്കെ ഞാൻ അവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. നല്ല പെൺകുട്ടിയാ. പിന്നെ അവളുടെ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ പലതും പറയേണ്ടി വരും.
ഞാൻ കഴിഞ്ഞ 20 വർഷമായി നിന്റെ മുമ്പിൽ തോറ്റുതിരിക്കുകയാണ്. എന്റെ ഏക മകനാണല്ലോ എന്ന് കരുതി. തോൽവിയോ? അച്ഛനൊന്നും ജയിച്ചിട്ടല്ലേ ഉള്ളു. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അവരെ പറ്റി നിനക്കൊന്നും അറിയില്ല. കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. അച്ഛനായിട്ട് ഒരാൾ ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞെന്ന് മാത്രം. I will marry her. Nobody can stop it. ഇത് നിന്റെ അന്തിമ തീരുമാനമാണ്. അതെ. ഞാൻ പോകുന്നു. ഇനി മടങ്ങി വരില്ല ഒരിക്കലും. ഞാൻ എഴുതുന്ന കണ്ടില്ലേ? Go and study your lessons. മോനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇവിടെയെങ്കിലും അല്ലായിരിക്കും. മോനെ വഴക്ക് പറഞ്ഞത് എന്തിനാണോ ചോദിച്ചത്? വല്ലാത്ത സ്വഭാവം തന്നെയത്. നീ പൊയ്ക്കോ, എനിക്ക് അല്പം എഴുതാനുണ്ട്. നിയമവും ചട്ടം ഇവിടെ ഇതാ ഗതിയെങ്കിൽ ഓഫീസിൽ എന്തായിരിക്കും? എന്തിനാ മോൻ കരയുന്നത്? എന്ത് പറഞ്ഞു ചെന്നാലും അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു വിടും. എന്റെ മോൻ നന്നാകാനല്ലേ? അല്ല, എന്റെ മോൻ നല്ല കുട്ടിയാണ്. പഠിച്ചു പഠിച്ച് അച്ഛനേക്കാൾ വലിയവനാകാനല്ലേ അച്ഛൻ വഴക്ക് പറയുന്നത്? അച്ഛന് മോന് എന്ത് ഇഷ്ടമാണെന്നോ? എന്റെ മോൻ സ്കൂൾ ലീഡർ ആവും. നോക്കിക്കോ, മിടുക്കൻ കുട്ടി.
മോന് മിഠായി മേടിച്ചില്ല? എന്റെ പക്ഷമേ സാധനങ്ങൾക്കൊക്കെ എന്തൊരു വിലയാണെന്നറിയോ? എന്നെ നോക്കിയാട്ടെ. കൈമളിന്റെ കണക്കുകളൊന്നും കൃത്യമല്ലേ? എന്നോട് വേണ്ട, മോനോടെങ്കിലും അല്പം കൂടി സ്നേഹമായിട്ട് പെരുമാറേ. പറഞ്ഞോളൂ, എല്ലാം പറഞ്ഞോളൂ. തുടങ്ങി ഓഫീസ് മോഡൽ. പറമോളെ പറയൂ. അവൻ കൊച്ചുകുട്ടിയല്ലേ, അവനെ ലാളിക്കേണ്ടത് നമ്മളല്ലേ? ക്ലാസ്സിന് ലീഡറായ വിവരം പറയാൻ തുള്ളിച്ചാടി വന്നതല്ലേ അവൻ. അവൻ അഭിനന്ദിക്കണ്ടേ? വേണം, ഒന്നും കൂടുതലാവരുത്. തീരെ കുഞ്ഞല്ലവൻ. ഈ സ്റ്റഡിയിങ് ഇൻ ദ 4th സ്റ്റാൻഡേർഡ്. സ്നേഹിക്കണം, പക്ഷെ അത് മാത്രമായാൽ പോരാ. അങ്ങനെ ആയാൽ അവൻ വഷളാകും. എന്റെ സ്നേഹം എന്റെ മനസ്സിലുണ്ട്. ശാസിച്ച് വളർത്തണം, എങ്കിലേ ഡിസിപ്ലിൻ ഉണ്ടാകൂ. തുടങ്ങി തത്വശാസ്ത്രങ്ങൾ. നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടില്ലേ? ഇനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കടി മോളെ. അവന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ കുറവ് വരുത്തുന്നുണ്ടോ? അവന്റെ പഠനത്തിനും ഭാവിക്കും വേണ്ടി ഇൻഷുറൻസും ബാങ്ക് ഡിപ്പോസിറ്റും അവന്റെ പേരിൽ തന്നെ ഇല്ലേ? ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്ന് വെറുതെ ഇരിക്കൂ, ഞാൻ ഈ വളർന്നു നോയിക്കോട്ടെ. തള്ളയായി ഉള്ള സ്വർണവും തൂക്കിക്കൊണ്ട് നടക്കുന്നു. ഓ പിന്നെ ഇത് ഷോക്കേസ് വെച്ച് കാണാനാണോ? ഇങ്ങോട്ട് പറയും.